മുളക് കൊണ്ടാട്ടം കൊണ്ടാട്ടം തേയില മുളക് കൊണ്ടാട്ടം കൊണ്ടാട്ടം. എന്താ നേരം വഴുകി? ഷേ ആ പാട്ടിൻ്റെ ഫ്ലോപ്പ് അങ്ങ് പോക്കി. ആരാണ് ഈ ഇതാ പൂങ്കോയി അന്നെ തന്നെയാ? പൂവങ്കോയോ? ഏത് വകയില്? ഏത് വകയിലെന്ന് ഞാൻ പറഞ്ഞടാ. ഹല്ലേലൂയ സോസ്റ്റ്. ഇതെല്ലാം ഓൻ എന്താ പോണാ? എന്താ ഇവിടെ ഉണ്ടായേ? കർത്താവേ, ആ പെണ്ണ് വല്ല ബോക്സ് എറിയണി, എന്തൊരു വേദന. അല്ല, അന്നപ്പം എന്തിനാ പെണ്ണ് വെറുതെ തല്ലി? അത് പിങ്കറിയെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ വന്ന് പറയൂ. പെൺകുട്ടികൾ അങ്ങനെ വെറുതെ തല്ലണതല്ല. എന്തെങ്കിലും ഒപ്പിച്ചോ? അല്ല ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എൻ്റെ ഭാഗത്താണോ അതോ തല്ലിയ പെണ്ണിൻ്റെ ഭാഗത്താണോ? കുറേ നേരമായല്ലോ ഈ ഓളെന്തിനാ തല്ലിയെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് കിട്ടേണ്ടി കിട്ടി. എനിക്ക് വിറ്റത് ആദ്യം വാങ്ങി, ഞാൻ പോയി കാണുമ്പോൾ ചോദിക്കുക എന്തിനാ തല്ലിയെന്ന്. അതിന് ഞാൻ പെൺകുട്ടീനെ ഇവിടുന്ന് കാണാനാ? എൻ്റെ ഒരു ആഗമന നിഗമനം നോക്കുമ്പം ചിലപ്പം കണ്ടാലോ എന്നൊരു ഊഹം പറഞ്ഞതാ, വേറൊന്നും പറഞ്ഞല്ല. അതിനനിയൻ കൂട്ടാ അക്കാര്യം വിട്ടാള്, അത് കഴിഞ്ഞില്ലേ. താത്തു ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ അല്ലാണ്ട് വേറെവിടക്ക് പോവാനാ? താത്തു നിങ്ങൾക്ക് ഏട്ടനെയും കൂട്ടി അങ്ങോട്ടൊന്ന് വന്നൂടെ? നിങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ ഒരു രസമില്ല. എടാ, അതിന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ, ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് വന്നാൽ അപ്പനെ അങ്ങോട്ട് കയറ്റൂലല്ലോ. അതിന് നിങ്ങൾ രണ്ടാളും എപ്പോഴും അങ്ങോട്ട് വന്ന് നോക്കിയാണോ കയറ്റൂല അറിയാൻ? പിന്നെ ഞങ്ങളങ്ങോട്ട് വന്നാൽ അപ്പം വിളക്കെടുത്തങ്ങ് സ്വീകരിക്കും. നോക്കിയിരുന്നാൽ മതി. ഞങ്ങളിങ്ങോട്ട് വന്നാൽ അപ്പം അടിച്ച് ഓടിക്കും, ഞങ്ങൾക്കറിയാം. ഏട്ടൻ അതിന് വല്ല തെറ്റും ചെയ്തണോ അങ്ങനെ കയറാണ്ടിരിക്കാനൊക്കെ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടി, അത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല. ഞാൻ ചെയ്തതാ തെറ്റാന്ന് അപ്പം പറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഞാൻ അങ്ങോട്ട് വരാത്തത്. ഞാനൊരു ഉമ്മച്ചിക്കുട്ടിനെ കിട്ടി. പ്രേമം പോലും സമ്മതിക്കാത്ത അപ്പൻ എന്തായാലും ഇവളെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കയറ്റില്ലെന്ന് അറിയാം, അതുകൊണ്ടാണ് അങ്ങോട്ട് വരാത്തത്. അമ്മച്ചിക്ക് എത്ര ആഗ്രഹമുണ്ട് അറിയോ ഭാവന കാണാൻ. പക്ഷെ നിങ്ങളങ്ങോട്ട് വരാഞ്ഞിട്ടല്ലേ, അപ്പനെങ്ങാനും വിടൂല്ല. എടാ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഹാപ്പിയാണ്. സോ വെറുതെ എന്തിനാ വെറുതെ അപ്പൻ്റെ സമാധാനം കൂടി ഇല്ലാണ്ടാക്കുന്നേ? എന്തായാലും ആ ടോക്ക് ഇവിടെ നിർത്തിയാൾ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന കാര്യം അമ്മച്ചിക്ക് അറിയുമോ? ആരാ രണ്ടാൾക്കാർ? ഞാൻ മാത്രമല്ല ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം നമുക്ക് അറിയുക പോലും ഇല്ല. ഈ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ഹായ് ഏട്ടാ. ഏതൻ ഡാ, അപ്പം ഇതാണ് എൻ്റെ 5 ദിവസത്തെ ട്രിപ്പ് ആണല്ലോ. ഞാൻ 5 ദിവസത്തിന് മാത്രമല്ല, ഞാൻ എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വന്ന് പോയിട്ടുണ്ട്. എന്നാൽ കുരിപ്പ് ഇങ്ങോട്ടൊന്ന് വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ ഞാനും വരില്ല ഇങ്ങോട്ട്. പപ്പയുടെ വിശ്വസ്ത പുത്രനല്ലേ, ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പപ്പനോട് പറഞ്ഞു കൊടുത്താലോ, അതുകൊണ്ടാണ് പറയാൻ. നിങ്ങൾ രണ്ടാളോട് സംസാരിച്ചിരിക്കും, ഞാൻ കിച്ചണിൽ പോയിട്ട് വരാം. എന്തത് ഡൗൺലോഡ് ആവാത്ത? കുറേ നേരമായാലും കറങ്ങണേ. ജിയ, നെറ്റുണ്ടോ? ഇന്ത്യ നെറ്റൊന്നുമില്ല. നെറ്റൊക്കെ ഞാൻ ഡ്രാമ കണ്ട് തീർത്ത്. ശുഭം, നാളെ ഈ വർക്ക് ഫുള്ളാക്കാതെ ഓഫീസ് കയറാൻ കഴിയില്ല. തന്വി, നൂറ ചേച്ചീൻ്റെ വീട്ടിൽ വൈഫൈ ഇല്ലേ? നമുക്ക് പോയി ചോദിച്ചു നോക്കിയാലോ? നൂറേച്ചി എൻ്റെ ഓഫീസ് തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നൂറേച്ചിക്ക് ഉണ്ടാവില്ലേ ഈ പ്രൊജക്റ്റ്? അങ്ങനെ ഒന്നും ഉണ്ടല്ലേ? എന്നാ വാ, നമുക്ക് പോയി ചോദിച്ചു നോക്കാം. അത് നോക്കൂ, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ നോക്കിക്കോളാം. നൂറേച്ചി, ഇവിടുത്തെ വൈഫൈ ഒന്ന് തരുമോ? എൻ്റെ നെറ്റ് തീർന്നു, ഞാൻ ആ വർക്ക് ഫുള്ളാക്കിയില്ല. അതിനെന്താ, തരാലോ. തന്വി, എനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മുകളിൽ പോയി എൻ്റെ ഫോണൊന്ന് എടുത്ത് തരുമോ? അതിനെന്താ താത്ത, ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം. അല്ല, ഇവിടെ കുറേ റൂമുണ്ടല്ലോ, അപ്പോൾ ഇതിലേതായിരിക്കും? ഇതാവാനാണ് സാധ്യത. തന്വി അറിയാതെ കയറിയത് എമിൻ്റെ റൂമിലായിരുന്നു. എമിൻ അതേസമയം വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇതെന്താ ഇവിടെ? ഇവളെന്തിനാ എന്നെ എങ്ങനെ നോക്കണേ? ഇതിനകത്ത് അന്തം വിട്ട് നോക്കണേ? ഈ താണുങ്ങളെ കണ്ടില്ലേ? ആണുങ്ങളൊക്കെ ഞാൻ കുറേ കണ്ടു, പക്ഷെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. എനിക്കെന്താ ചെക്കാ, ഈ ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ വല്ല ഡ്രസ്സ് ഇട്ട് വന്നു എനിക്ക്? എൻ്റെ വർക്കിലിട്ട് തോന്നിയാൽ ഒന്നും ഇടാതെ ഇറങ്ങിയെന്നാണെന്ന്. അല്ലല്ലോ, ഞാൻ വേണ്ടിട്ടില്ലേ, ആക്കോ മതി. അല്ല ചെക്കാ, എനിക്ക് തീരെ ഉൾപ്പില്ലേ ഈ ഡ്രസ്സ് ഇടാതെ പെണ്ണുങ്ങളെ മുന്നിൽ ഇറങ്ങി തരാൻ. ആരാണാവോ ഈ പെണ്ണുങ്ങൾ എന്ന് പറയണത്? അന്നെയാണോ? അല്ല പിന്നെ തനിക്ക് നാണായിട്ടാണോ തോന്നണേ? രൂപത്തിൽ ഈ ആണാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ സ്വഭാവത്തിൽ ഈ ആണാണല്ലോ. എന്തി അങ്ങനെ ആക്കലി? ഞാൻ എന്ത് സ്വഭാവം ആണുങ്ങളുടെ കാണിച്ചേ? ഈ അല്ലേ ഇന്ന് രാവിലെ എന്നെ തല്ലിനി? ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങളെ തല്ലുള്ളൂ. അത് പെണ്ണുങ്ങൾ ആണുങ്ങളെ തല്ലില്ല. അതിൻ്റെ കുറവ് നല്ലോണം ഉണ്ട്. അതെ, ഇത്ര നേരമായിട്ട് കിടന്ന് പ്രസംഗിക്കണ്ടല്ലോ, ഒന്ന് പോയി ഡ്രസ്സ് ഇട്ടൂടെ എനിക്ക്? അത് ഞാണ്ടാ, ഈ എൻ്റെ റൂമിൽ ഇവൻ എൻ്റെ റൂമിൽ കയറി വന്നേ.
അത് റൂം അറിയാതെ കയറിയതാ. അറിയാതെ കയറിയതോ അറിഞ്ഞുകൊണ്ട് കയറിയോ? ഓ, തെരഞ്ഞു കയറാൻ പറ്റിയൊരു സാധനം എന്താ പറഞ്ഞ മീത്തുള്ള ഞാൻ തെരഞ്ഞു കയറാമത്തോ? തെരഞ്ഞു കയറാൻ എനിക്ക് ഭ്രാന്താണല്ലോ. അങ്ങനെ ആക്ഷേപിക്കരുത് കേട്ടോ. എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ 6 പാക്ക് ബോഡി ഇത്രയും ലുക്കുള്ള ആണുങ്ങൾ എവിടെ കാണും? ദേക്കാനോട് ഞാൻ കുറേ നേരമായി പറഞ്ഞു പോയി ഡ്രസ്സ് ഇട്ട് വരാൻ. മോള് ഇത് മോളെ റൂമല്ലല്ലോ, ഇത് എൻ്റെ റൂമല്ലേ. ഇപ്പോൾ ഡ്രസ്സ് ഇടണം, ഇപ്പോൾ ഡ്രസ്സ് ഇടണം നിൻ്റെ ഇഷ്ടമല്ലേ? ഓ ഇവിടെ റൂം ഒന്ന് വരയ്ക്കുക. ഈ എന്തേലും കാട്ടിക്കോ, ഞാൻ പോവാ. അങ്ങനെ പോവല്ലേ. അല്ല ഈ നേരിക്ക് എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ആ, അത് ചോദിച്ചപ്പോളാ. അല്ല താൻ റൂം ഇടേ? അതിനാ പോയി വന്നേ? അല്ല പിന്നെ താനെന്താ വിചാരിച്ചത് തന്നെ കാണാൻ വന്നാണോ? ചെറുതായിട്ട് കാണാൻ പറ്റിയൊരു ചെളുക്ക്. ഞാൻ പോവാ. നിനക്ക് ഞാനുണ്ട്. എന്നോട് ഞാൻ പറഞ്ഞു ചെക്ക, പോയി കുപ്പായ ഇടുന്നിട്ട് കൂടെ വാ. അതിനെന്തിനാ ഈ എന്നെ നോക്കി പിടിപ്പിക്കണേ? ഇടാൻ പണിയൊന്നുമില്ല, ഇപ്പോൾ വരാം. അങ്ങനെ തൻവി റൂമിൽ നിന്ന് താഴോട്ടേക്ക് വന്നു. അതേസമയം താഴെ ഏദൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. തൻവി ഏദനെ കണ്ട് ഞെട്ടി. ഈ കുരുപ്പല്ലായിരുന്നു നേരത്തെ മുകളിലുണ്ടെങ്കിൽ അപ്പോൾ താഴെത്തി. ഇവൻ ഈ മനുഷ്യനല്ലേ? സംതിങ് ഫിഷി. നമ്മളിത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏയ് താനെന്താടോ ഇങ്ങനെ അന്തം വിട്ടുക്കുന്നേ? ഒന്നുമില്ല എന്നും പറഞ്ഞ് തൻവി തിരിഞ്ഞു. താനെന്താടോ ഇവിടെ? താനല്ലേ ഇപ്പം അവിടെ ഒന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നേ? എന്തൊക്കെയാടോ താൻ പറയുന്നേ? ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ഇപ്പോൾ അവിടെ കണ്ടാണല്ലോ. എവിടെ? ദേ ആ ടേബിളില്. ഇതെങ്ങനെ ഇവിടെ? നീ അപ്പോഴത്തേക്ക് അവിടെ എത്തിയോ? ഇല്ല ഇവിടെ ഉള്ള എന്തൊക്കെയാ ഇവിടെ നടക്കണേ? ഇല്ല ഇവിടെ ഉള്ളേ ആ ടേബിളിലുള്ള ആരാ? നീ കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേര് എമിൻ. ആ ടേബിളിലിരിക്കുന്നത് എൻ്റെ ട്വിൻ ബ്രദർ ഏദൻ. ഇപ്പം മനസ്സിലായോ? ഓ, അപ്പം നിങ്ങൾ ട്വിൻ ബ്രദേഴ്സാലേ? അല്ല, നിങ്ങൾ രണ്ടാളെയും കാണാൻ ഒരുപോലെയല്ലേ? അപ്പം നിങ്ങൾ രണ്ടാളെയും എങ്ങനെ മനസ്സിലാവുക? ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരുപോലെയാണെങ്കിലും ഞങ്ങൾ ഓൾറെഡി അറിയുന്ന ആളുകൾക്ക് ഞങ്ങൾ രണ്ടാളെയും മാറിയില്ല. നീ ഇപ്പം അല്ലേ ഞങ്ങൾ രണ്ടാളെയും കാണണേ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ രണ്ടാളെയും മാറുന്നു. ഞാൻ ആദ്യമായിട്ട് ട്വിൻ ബ്രദേഴ്സിനെ കാണണേ, കുറേ സിസ്റ്റേഴ്സിനെ കണ്ടേ. അതാണ് തനിക്ക് ഇത്ര അത്ഭുതം. സംസാരിച്ചുകൊണ്ടിരുന്നാലേ എൻ്റെ പ്രൊജക്റ്റ് ഇനി ഇവിടെ ഫുള്ളാവില്ല. ഞാൻ തലേ ഫുള്ളാക്കാൻ പോട്ടെ. അതും പറഞ്ഞ് തൻവി ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. താത്തു, ഞാൻ പോവാണേ. കഴിഞ്ഞു ഇവിടെ പ്രൊജക്റ്റ്? ആ താത്തു കഴിഞ്ഞു. തന്വി പോവാണോ? ഫുഡ് കഴിച്ചിട്ട് പോയാൽ പോരാ എനിക്ക്? താത്തു ഫുഡൊന്നും വേണ്ട, ഞാൻ ജീവനോടെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നു. അവൾ കുറേ നേരമായി വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോയോ കേട്ടെ. പോയോ? ആര് പോയോന്ന്? അതെനിക്കറിയാത്ത ആളാ. അതേതാണാവോ എനിക്കറിയാത്തൊരാള്? എനിക്കെന്താ ഇവിടെ ഉള്ള എല്ലാവരും കാണാപ്പെടാ? ഹേ ബ്രോ, ചൂടാവല്ലേ. എനിക്കിവിടെ ഉള്ള എല്ലാവരെയും അറിയാം. ചേട്ടനല്ലേ ഇവിടെ ഉള്ള ആരെയും അറിയാത്തേ? എനിക്ക് ആ കൊച്ചിൻ്റെ പേരറിയൂല. ഏത് കൊച്ചിൻ്റെ പേരറിയില്ലാന്ന്? ഏട്ടൻ എന്താണ് ഒരു ഇളക്കം? എന്തേ മനുഷ്യന്മാർക്ക് ഇളകാൻ പറ്റൂലേ? മനുഷ്യന്മാരെ ഇളകുന്നതിൻ്റെ വെച്ച് ഞാൻ അവിടെ പറഞ്ഞില്ല. ഏട്ടൻ എന്താ ഇപ്പം പെട്ടെന്നൊരു ഇളക്കം എന്ന് ചോദിച്ചതാ. എന്താ മോനെ, സത്യം പറ, ക്രഷ് അടിച്ചോ? ചെറുതായിട്ട്. അങ്ങനെ പറ, വെറുതെ ചേട്ടൻ ഇത്ര ഇളക്കം. ഏട്ടൻ ആ കൊച്ചിൻ്റെ പേരറിയില്ലല്ലോ. നമുക്ക് ഏട്ടത്തിയോണ്ട് ചോദിക്കാം, ഏട്ടത്തിക്ക് അറിയാൻ മതി. അത് നല്ലൊരു ഐഡിയ ആണ്. വാ നമുക്ക് ഞാൻ പോയി ചോദിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കിച്ചണിലേക്ക് ഏട്ടത്തിയുടെ അടുത്ത് പോയി. ഏട്ടോ, ഇത് കിച്ചണാണ്, ബെഡ്റൂം അല്ല. ഓ, നശിപ്പിച്ച കുരുപ്പ്. കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ ഇത്ര ആത്മാർത്ഥത വേണ്ട കേട്ടോ ഏട്ടാ. ഓ, ഞാൻ പോവാണേ, എനിക്ക് നോക്കിയാൽ റൂമിൽ തരണ്ട കേട്ടോ. ചേച്ചി, നേരത്തെ ഇവിടെ ആരെയോ വന്നിനിയോ? ആ, തന്വി വന്നിനി. നല്ല പേര്. എന്തേടാ? ഒന്നുമില്ല ചേച്ചി, നേരത്തെ ഇവിടെ ആരാ വന്നിനിയെന്ന് ചോദിച്ചാ, വേറെ ഒന്നുമില്ല. അതും പറഞ്ഞ് എമിൻ കിച്ചണിൽ നിന്ന് പോയി. ഇവൻ പോയോ? അവിടെ നിൽക്ക്, ഞാനുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾ കടന്നു പോകും തോറും അവർ രണ്ടുപേരും അടുക്കാൻ തുടങ്ങി. അങ്ങനെ എമിൻ തൻവിയെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അത് പറയാൻ വേണ്ടി ഏദൻ്റെ റൂമിലേക്ക് എമിൻ പോയി. ഏതനെ? എന്തായിട്ടാ മനുഷ്യനിപ്പോ ചത്തേനെ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഏതനെ? ഇതാരാ? ഇതാണ് ജിയ, തൻവിൻ്റെ സിസ്റ്റർ. അതെനിക്ക് മനസ്സിലായി. ഇവളെന്താ ഇവിടെ എന്നാ ചോദിച്ചേ?
ഏട്ടന് മാത്രം പ്രേമിച്ചാൽ മതിയോ? എനിക്കും വേണ്ടേ? ഏട്ടാ, എനിക്ക് അവളെ പ്രപ്പോസ് ചെയ്യണം, പക്ഷെ എനിക്ക് പേടിയാ. എന്തിനാ ഏട്ടാ അങ്ങനെ പേടിക്കുന്നേ? ഏടാ, അവളെങ്ങനെ നോ പറഞ്ഞാലോ, അതുകൊണ്ടാ. ഏയ് ചേച്ചി നോ പറയാൻ സാധ്യതയില്ല. ചേച്ചിക്ക് ഏട്ടന് ഇഷ്ടമാണല്ലോ, അപ്പോൾ വയസ്സ് പറയല്ലോ. ഏ, സത്യമായിട്ടും? സത്യമായിട്ടും ചേച്ചിക്ക് ഏട്ടനെ കുറിച്ച് പറയുമ്പോൾ 100 നാക്കാ. ഏട്ടൻ ധൈര്യമായി പോയി പ്രപ്പോസ് ചെയ്യും. പ്രപ്പോസ് ചെയ്യാലേ? ഏട്ടൻ്റെ ചേച്ചി വേണമെങ്കിൽ വേഗം പോയി പ്രപ്പോസ് ചെയ്തോ, അല്ലെങ്കിൽ ആരെയും കുത്തി കൊണ്ടുപോയേ. പ്രപ്പോസ് ചെയ്യാം, പക്ഷേ പ്രപ്പോസ് എനിക്ക് എങ്ങനെയാടാ ചെയ്യണ്ടേ? അയ്യേ, ഈ ചേട്ടൻ ഇത്ര വലുപ്പമായിട്ട് അതും അറിയില്ല. ഏട്ടനക്ക് ആ 5 അക്ഷരം പോലും മതിയർക്ക് പറയാൻ നിശ്ചയില്ല. അത് പറയാൻ എനിക്ക് നിശ്ചയുണ്ടടാ. അതല്ല, എങ്ങനെ ചെയ്യണ്ടേ? ആ 5 അക്ഷരം പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ സ്റ്റൈലില്ല, അതാ ഞാൻ ചോദിച്ചേ. ഏട്ടാ, ആ 5 അക്ഷരം തന്നെ പറയല്, പിന്നെ ഓരോരുത്തരുടെ രീതിയാണ് എങ്ങനെ പറയണ്ടേന്നുള്ളത്. ഏട്ടാ, ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് കൂട്ടണ്ട, വേഗം പോയി പ്രപ്പോസ് ചെയ്തോ. ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. ഏട്ടൻ പേടിക്കണ്ട, ചേച്ചി എന്തായാലും എസ് പറയും. ചേട്ടൻ പൊളിച്ചു വാ. അത് തന്നെ. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ, പോയി വിളിച്ചിടുക.